എന്റെ ലോനപ്പെട്ട നിങ്ങളിങ്ങനെ ഡൗൺ ആവല്ലേ? ഈ ഉയർച്ച എന്ന് പറഞ്ഞ നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കണ കാര്യമല്ലോ. ഞാനൊരു പരാജയാടാ. പോവർന്ന് മിണ്ടരുത്. ഇവിടെ അകത്ത് കയറിയുണ്ട്. എന്തെന്ന് നേരത്തെ കടക്ക് കൂടുന്ന നല്ല ഫുൾ ഫോമില. എന്ത് സംഭവം? മൈസൂർ പാക്ക ഒരു ഗംഭീര പാർട്ടിയുടെ സബ് കിട്ടിയിട്ടുണ്ട്. സത്യം പറയല്ലോ പേട്ടാ, ഞങ്ങളെന്നെ ചൂടാക്കിയത്. അപ്പന്റെ കണക്കെടുത്തെന്ന് പറഞ്ഞ് ഭ്രാന്താക്കിയപ്പോ അന്നെ 3-4 പേര് പോയി കണ്ടു. അതിലൊരെണ്ണം അങ്ങോട്ട് കൊളുത്തി. ഒന്ന് കേട്ടല്ലേ? നാളെ വെളുപ്പിന് പോകണല്ലോ. അപ്പൊ ശരിട്ടാ. അവനങ്ങട് ഡുമ്മെന്നും പറഞ്ഞങ്ങ് പൊന്തിയില്ല. ആയോ അപ്പം മടിയാവുമ്പോ ഞാൻ തീരെ ചെറുതാ. വലിയേച്ചിക്ക് കെട്ടുപ്രായം. പിന്നെ ഞാൻ വലുതായപ്പോ സിസിലേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി കൊറേ ട്രൈ ചെയ്താ. കാശൊക്കെ സംഘടിപ്പിച്ചു വന്നപ്പോഴാ ചേച്ചിയുടെ വയറ്റിലൊരു മുഴ. പിന്നെ ആശുപത്രിയായി, ഓപ്പറേഷനായി. ഉണ്ടാക്കിയത് മുഴുവൻ അങ്ങ് തൂളിപ്പോയി. 2 ചേച്ചിമാര് നിൽക്കുമ്പോ സത്യം പറഞ്ഞ റോസ്ലിയുടെ കല്യാണം ഞാൻ എങ്ങനെയാണ് നടത്തുക? ഇപ്പൊ റോസ്ലി നിൽക്കുമ്പോ ഹെഡ് ചെയ്ത് എനിക്ക് കയറി കെട്ടാൻ പറ്റുമോ? അതും പറ്റില്ല. കാലും അടയ്ക്ക് ഒരു പെട കൊടുക്കേണ്ടത് എന്റെ തന്തന്ന് പറഞ്ഞ ആൾക്കിട്ടാ. എന്തൊരു തേങ്ങയുടെ മൂപ്പര് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. പോരാത്തനൊരു നശിച്ച നാടും കുറെ പിഴച്ച നാട്ടുകാരും. എന്താ ചെയ്യണ്ടെന്നൊരു പിടിയും കിട്ടണില്ല. ഒരു മൂച്ചിന് കയറി പീടിയെ പൂട്ടുകയും ചെയ്തു. ഇപ്പൊ ജോലിയില്ലണ്ടായി. അങ്ങനെ നോക്കുമ്പോ ലോനപ്പേറിന്റെ കാര്യം അമ്പ പരാജയ. എന്തുട്ട്? അല്ല, ലോനപ്പേറിന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല നല്ല നിലയിലായില്ലേ? അങ്ങനെ നോക്കുമ്പോ ലോനപ്പേറിന്റെ കാര്യം പരാജയം പറയാൻ. ഇങ്ങനെയല്ലോടാ പട്ടി, നീ കൊറേ നേരത്തെ പറഞ്ഞത്. ലോനപ്പേറിന്റെ എത്ര വീക്കാന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്തുട്ടാ? എന്നിട്ട് ഇതുവരെ കട തുറന്നില്ലേ? ഇല്ലാന്നേ. കഷ്ടായല്ലോ. സാറിൽ നമുക്ക് പിടിക്കാം. എടുക്കുന്നേ വില്ലേജ് എടുക്ക്. ഉഗ്ര സാധന, ഓർഗാനിക്കാ. വേണ്ട മോനെ, വെറും വയറ്റി തിന്നാലേ ഓക്കാനിക്കും. ഷുഗറാ. എന്നാ പിന്നെ എടുത്തു വെച്ചേക്കല്ലേ, ഭക്ഷണം കഴിയുമ്പോ കഴിക്കാലോ. എടുത്തു വെച്ചേര്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടാ എഴുന്നേറ്റു, ഒന്നും അറിഞ്ഞിട്ടില്ല. പറട്ടെ റോസ്ലി, ഒരു ചായ. നീ ഇതപ്പോ വന്നു? എന്തോ ഉറക്കടാ. എത്ര നേരമായെന്നറിയോ വെയിറ്റ് ചെയ്യണത്? പൊട്ടി മരയ്ക്ക് കുത്തനല്ലേടേ. ശരിയായോടാ? ഒന്ന് പോയി വരുന്നേ. കുഞ്ഞിടെ പോട്ടാ. ഓ പോലെ. എങ്ങടേക്ക്? ഇന്നലെ രാത്രി പറഞ്ഞത്. രാത്രിയില്ല? രാത്രി തന്നെ. രാത്രിയിൽ എന്തൊട്ട് പറഞ്ഞു? ഒന്നും ഓർമ്മയില്ലല്ലേ? ബെസ്റ്റ്. ഒന്ന് പോയി റെഡി ആക്കി. വില്ലേജ് 2 ദിവസത്തേക്ക് വേണ്ടി നോക്കണ്ടാട്ടാ. നീ പോയി റെഡി ആയിട്ട് വന്നേ. പോയിട്ട് റെഡി ആയിട്ട് വരാൻ. നീ ഓടിക്കാലോനാ, നമുക്ക് റേഷൻ കാർഡ് പുതുക്കാൻ പോണ്ടേ? റേഷൻ കടയിൽ പോവാനുള്ളതാ. പിന്നെ അതല്ലേ ഇപ്പൊ വലിയ കാര്യം. നീ പോയി റെഡി ആക്കി. വെറുതെ